നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ വിദ്യാമ്മയെ കുറിച്ച് പറഞ്ഞു നിർത്തിയുള്ളൂ. ആളെത്തിയല്ലോ. ദേവുട്ടി, സന്തോഷായില്ലേ? ഇഷ്ടഗായികയ്ക്ക് ശബ്ദം നഷ്ടപ്പെട്ടപ്പോ ദേവുട്ടിക്ക് വലിയ വിഷമായിരുന്നു. ആ സങ്കടം കണ്ടിട്ട് ഞാനാ നിങ്ങളുടെ പരിഹാരകർമ്മങ്ങൾ നിർദ്ദേശിച്ചത്. ഏറ്റവും പ്രാഥമികമായ കർമ്മം ഈ സൗവർണികയിലെ സ്നാനമാണ്. ഋഷിമാരുടെ തപോവാടവും ദേവിയുടെ കുടജാദ്രിയും തഴുകി വരുന്ന ഈ പുണ്യനദിയിൽ നീരാടുന്നതോടെ സത്യത്തിൽ ബാഹ്യമായി നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. ശബ്ദവും ആലാപന ശക്തിയും തിരിച്ചു കിട്ടിയ ആ പൗർണമി രാത്രിയിൽ മാഡത്തിന് ദേവിയുടെ തിരുനടയിൽ പാടാൻ സാധിക്കും. എന്റെ പേര് സൗവർണിക. അമ്പലനടയിൽ പൂക്കട നടത്തുക. ഇവൾക്കൊരു സങ്കടം വന്നാ അതെനിക്കും സങ്കടാവും. പിന്നെ ഇവളുടെ ചിരി കണ്ടാലേ എനിക്കും സമാധാനാവും. ദേവിക്ക് പ്രിയപ്പെട്ട ദേവുട്ടിയുടെ ഒരു മാലയുണ്ട്. അത് വാങ്ങാൻ വേണ്ടിയാ ഞാൻ വന്നത്. അപ്പോ അടുത്ത സംഗീത കച്ചേരിക്ക് കാണാം. എല്ലാം നഷ്ടപ്പെട്ട് ശബ്ദവും സംഗീതവും നിലച്ച എനിക്ക് അതൊക്കെ തിരികെ നേടാൻ വഴി കാണിച്ച് ദേവി ഭക്തയാ നീ. നിന്നിലൂടെയാണ് എനിക്ക് ദേവിയുടെ പ്രീതി ലഭിച്ചത്. ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബലം നേടുന്ന നിനക്ക് എന്തേ കുട്ടി ദേവി ശബ്ദവും നൃത്തവും നൽകുന്നില്ല? അതിന് കാരണം കണ്ടെത്താനുള്ള സിദ്ധിയൊന്നും എനിക്കില്ല. പക്ഷേ നിനക്ക് ശബ്ദം ഉണ്ടാവാൻ വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാനാവും. ആ ശബ്ദവും കാൽത്താളവും തിരിച്ചു വരുന്ന ഒരു നാൾ നിന്റെ നൃത്തത്തിനു വേണ്ടി ഈ ദേവി സന്നിധിയിൽ ഞാൻ പാടാം.